മഞ്ചേശ്വരം മണ്ഡലവും കാസർഗോഡ് മണ്ഡലവും എന്ന് പറഞ്ഞാൽ കാലങ്ങളായി, അതായത് രാജ്യത്തെവിടെയും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നൊരു കാലത്ത്, ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ആരും കേൾക്കാത്ത കാലത്ത്, അന്ന് തൊട്ടേ 80കളുടെ തുടക്കം തൊട്ടേ ഈ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും തുടർച്ചയായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു. കെ എം അഷ്റഫാണ് സിറ്റിംഗ് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ. കെ അഷ്റഫ് അത്യാവശ്യം താരപ്രഭയിൽ നിൽക്കുക തന്നെയാണ്. പക്ഷേ കെ സുരേന്ദ്രനാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് ആലോചിക്കണം. കെ സുരേന്ദ്രന് കപ്പിനും ചുണ്ടിനും ഇടയിൽ മഞ്ചേശ്വരം പലതവണ നഷ്ടപ്പെട്ടതാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി ആൾക്കാർ വരും. ഹെലികോപ്റ്റർ ഞങ്ങളെ നാട്ടോട്ടൊന്ന് കൊണ്ടുവന്നല്ലോ എന്നുള്ളത് എനിക്ക് അവർ വോട്ട് ചെയ്യും. അവർക്ക് അങ്ങനത്തെ ആരാധനയുള്ളവരാണ്. നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് SDPI നീങ്ങുന്നത്. അത് ശിവൻകുട്ടിക്കുള്ള പാരയാണ്. നമസ്കാരം. നമസ്കാരം. മഞ്ചേശ്വരം മണ്ഡലവും അവിടുത്തെ SDPI സ്ഥാനാർത്ഥി കെ എം അഷ്റഫാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമുക്കറിയാം, കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു, അത് 4ാം തവണ. BJPക്ക് ശക്തമായ വിജയപ്രതീക്ഷയുള്ള അടിത്തറയുള്ള ഒരു മണ്ഡലം. അവിടെ എന്തുകൊണ്ടായിരിക്കും SDPIയുടെ സാന്നിധ്യവും അവരുടെ വോട്ടുകളും ഇത്രയും നിർണായകമാകുന്നത്? അവിടെ നെഞ്ചിടിക്കുന്നത് UDFൻ്റെയും കൂടിയാണ്. തോമസ്, അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കാസർഗോഡ് ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളേ ഉള്ളൂ. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അവിടെ തുളുവുണ്ട്, കന്നഡയുണ്ട്, മലയാളമുണ്ട്, അവിടത്തേതായിട്ടുള്ള പ്രാദേശിക ഭാഷയുണ്ട്. അങ്ങനെ 7 ഭാഷകൾ ഉപയോഗിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കാസർഗോഡ്. അവരുടെ ഏറ്റവും നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്, അവരെല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് മംഗളൂരുവാണ്. പഴയ നമ്മൾ മംഗലാപുരം എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റാണ്. മഞ്ചേശ്വരം മണ്ഡലവും കാസർഗോഡ് മണ്ഡലവും എന്ന് പറഞ്ഞാൽ കാലങ്ങളായി, അതായത് രാജ്യത്തെവിടെയും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നൊരു കാലത്ത്, ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ആരും കേൾക്കാത്ത കാലത്ത്, അന്ന് തൊട്ടേ 80കളുടെ തുടക്കം തൊട്ടേ ഈ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും തുടർച്ചയായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു. ഇടക്കാലത്ത് 2006 തോന്നുന്നു മഞ്ചേശ്വരത്ത് ഇടതുമുന്നണി ജയിച്ചു. ലീഗായിരുന്നു കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. അന്ന് ചെർക്കള അബ്ദുള്ളയാണോ എന്ന് എനിക്ക് ഐ എം നോട്ട് ഷുവർ. പരാജയപ്പെടുത്തിയിട്ട് CH കുഞ്ഞമ്പു അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. CH കുഞ്ഞമ്പു ജയിച്ചപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്. ആര് ജയിച്ചാലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്, കാസർഗോഡും മഞ്ചേശ്വരത്തും. അത് 80കൾ തുടങ്ങിയതാണ്. അതായത് അന്ന് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ നാട്ടിൽ പോലും ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാതിരുന്നൊരു കാലത്ത്, അമിത്ഷായുടെ നാട്ടിൽ പോലും അറിയാതിരുന്ന കാലത്ത്, യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ പോലും ബി ജെ പി എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥാനത്തെക്കുറിച്ച് കേൾക്കാത്ത കാലത്ത്, ജനസംഘം ഉണ്ടായിരുന്ന വാജ്പേയി ഒക്കെ അങ്ങനെ വന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെയും അന്ന് തൊട്ട് ഇവരുടെ ഈ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുബന്ധ സംഘടനകൾ, അവരുടെ സംഘപരിവാർ സംഘടനകൾക്ക് വേരോട്ടമുള്ള ഒരു മണ്ണാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതനമായും വേരോട്ടമുള്ളൊരു മണ്ണ് എന്ന് പറയാവുന്നൊരു മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ്. അത് കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വരം മണ്ഡലവും. കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SDPIയുടെ സ്ഥാനാർത്ഥി കെ എം അഷ്റഫ്. SDPIയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ വെറുതെ ഒരു വിവാദമൊക്കെ ഉണ്ടായി. കാരണം കെ എം അഷ്റഫാണ് സിറ്റിംഗ് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ. കെ അഷ്റഫ് അത്യാവശ്യം താരപ്രഭയിൽ നിൽക്കുക തന്നെയാണ്. ശിരൂർ അർജുൻ വെള്ളത്തിൽ പോയി നഷ്ടപ്പെട്ട സമയത്തൊക്കെ കെ എം അഷ്റഫ്, കാരണം ഈ ഭാഷയുടെ ഒരു ഗുണവും കൂടെ ഉള്ളതുകൊണ്ട്, കന്നഡയും കൂടെ അറിയുന്നുണ്ട്, അവിടെ കേന്ദ്രീകരിച്ച് കാർവാർ MLAയുടെ കൂടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ വലിയ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. പക്ഷേ കെ സുരേന്ദ്രനാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് ആലോചിക്കണം. കെ സുരേന്ദ്രന് കപ്പിനും ചുണ്ടിനും ഇടയിൽ മഞ്ചേശ്വരം പലതവണ നഷ്ടപ്പെട്ടതാണ്. 2021 വേണമെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ ജയിക്കായിരുന്നു. പക്ഷേ ബി ജെ പി ഒരു അബദ്ധം കാണിച്ചു. ബി ജെ പി ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ സുരേന്ദ്രൻ അന്ന് സംസ്ഥാന പ്രസിഡന്റാണ്. കെ സുരേന്ദ്രനെ കോന്നിയിലും നിർത്തി, മഞ്ചേശ്വരത്തും നിർത്തി. 2 മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായി. അത് മാത്രമല്ല, ഹെലികോപ്റ്ററിലായി പ്രചരണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷട്ടിൽ അടിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളടത്ത് ക്യാമ്പയിന് പോകണം. അപ്പോൾ കോന്നിയിൽ നിർത്തിയത് ശബരിമല സംരംഭവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതേസമയം അന്ന് കാരണം മഞ്ചേശ്വരത്ത് മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ ജയിക്കും. ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ചെല്ലുമ്പം മലയാളികളുടെ ഒരു പൊതുസ്വഭാവം വെച്ച് അവൻ അത്ര ആയോ, എന്നാൽ അവനിട്ടൊരു പണി കൊടുക്കാം നിർത്തിക്കും. ഹെലികോപ്റ്ററിൽ വരുമ്പോൾ ഈ മലയാളിക്ക് പൊതുവെ കുശുമ്പം കുന്നായ്മ അസൂയയും കുറച്ച് കൂടുതൽ അറിയാമല്ലോ. അടുത്ത വീട്ടിലുള്ളവൻ പുതിയ കാറ് മേടിച്ചാൽ ഇപ്പുറത്തുള്ളവൻ ചൊറിച്ചില്ല. അങ്ങനെയുള്ള ഒരു മല്ലൂസിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി ആൾക്കാർ വരും. ഹെലികോപ്റ്റർ ഞങ്ങളെ നാട്ടോട്ടൊന്ന് കൊണ്ടുവന്നല്ലോ എന്നുള്ളത് എനിക്ക് അവർ വോട്ട് ചെയ്യും. അവർക്ക് അങ്ങനത്തെ ആരാധനയുള്ളവരാണ്. ഇപ്പോഴും പഴയ രാജകുടുംബങ്ങളോടൊക്കെ ആരാധന വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ ഈ മാധവറാവു സിന്ധിയോടൊക്കെ അങ്ങനത്തെ ഒരു ആരാധനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ BJP പോയി, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കാരണം പഴയ ഗോളിയോർ കുടുംബം, രാജകുടുംബം എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഇപ്പം നമ്മളെ പഴയ തിരുവിതാംകൂർ രാജാവിൻ്റെ കൊച്ചുമോനാന്ന് പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടാവും ഇല്ലെന്ന് പറയും ആൾക്കാർ. രാജാവൊക്കെ 47 മുമ്പ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ രാജാവും ഇല്ല, രാജ്ഞി ഇല്ല, മഹാറാണി ഇല്ല, ഒരു കുന്തവും ഇല്ല, അതൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിലിരുന്നാൽ മതി. പിന്നെ ആരെങ്കിലും ഒക്കെ ഇന്ന തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇടയ്ക്ക് ബൈറ്റ് എടുക്കുന്നൊന്നല്ലാതെ ഹാൻഡുകാർക്ക് വേറെ പണിയില്ലാത്ത എടുക്കുന്നില്ല, നാട്ടുകാരടിയിലേക്കത്തില്ല. മഞ്ചേശ്വരത്ത് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇന്ന് മാർച്ച് 25-ാം തീയതി വൈകിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത്. 26-ാം തീയതി നാളെ രാവിലെയാണ് ഇത് നമ്മൾ എയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും ചിത്രം എന്നുള്ളത് അറിയത്തില്ല. ഈ വീഡിയോ നാളെ രാവിലെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അസ് ഓഫ് നൗ നമുക്കൊരു കാര്യം പറയാം. വെർ ഡു വി സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഡാപ്പികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, SDPI
80% ആ നോമിനേഷൻ ഒഴിവാക്കാൻ, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ഫലത്തിൽ അവരാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാലും ഗുണം ചെയ്യുന്നത് BJPക്കാണ്. പക്ഷേ UDF-ന്റെ സമ്മർദ്ദം മൂലമാണ് പിൻവലിക്കുന്നതെന്നാണ് വാർത്തകൾ. പക്ഷേ അത് അവസാനം അതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് BJP മാറും എന്നുള്ളതാണ്. SDPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ അടിത്തറ ഇളക്കണം എന്നുള്ളത്. കാരണം SDPI രൂപീകരിക്കപ്പെടുന്നത് 93-ലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം PDP വരുന്നു, മദനി അതിൻ്റെ ഒരു ചാമ്പ്യനാവാൻ ശ്രമിക്കുന്നു, ഇപ്പോൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ കൂടെ PM അബൂബക്കറും UA ബീരാനും ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗ് വിടുന്നു, ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിക്കുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മുസ്ലിം ലീഗ് കടന്നു പോകുന്ന സമയത്തും PDP ഉണ്ടാകുന്നു. അതൊരു വെല്ലുവിളിയായി മാറുമെന്ന് കരുതുന്നു. പക്ഷേ മദനിയുടെ കൂടി തോണ്ടിയുണ്ട് പിന്നീട് അത് വെല്ലുവിളിയായില്ല. പിന്നെ SDPയുടെ പൂർവ്വരൂപമായിട്ടുള്ളത് NDF, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, NDF രൂപീകരിക്കപ്പെടുന്നത്. കാരണം ഇവർക്ക് മുസ്ലിം എന്നുള്ള പേരൊന്നും ഇതിനകത്തില്ല. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് മുസ്ലിം എന്നുള്ള പേരുണ്ടെന്നേ ഉള്ളൂ, വലിയ വർഗീയതയൊന്നുമില്ല. വർഗീയവാദികൾ എല്ലാത്തിനകത്തുമുണ്ട്. അത് ഉള്ളിൽ വർഗീയത വെച്ച് മതേതരമായ മാസ്ക് ധരിച്ച് നിൽക്കുന്നവർ അത് CPM-ലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, BJP-ലും ഉണ്ട്, പിന്നെ ലീഗിലും ഉണ്ട്, എല്ലാത്തിലും ഉള്ളതുപോലെ ലീഗിലും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ മതക്കാർക്കിടയിലും ഉണ്ട് വർഗീയവാദികളുണ്ട്, എല്ലാ പാർട്ടികൾക്കകത്തും വർഗീയവാദികളുണ്ട്. രഹസ്യമായിട്ട് കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുള്ള വർഗീയ മനോഭാവം ഉള്ളവരുണ്ട്. കാരണം വർഗീയ സംഘടനയിൽ അവർക്ക് പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ വയ്യ, അവർക്ക് അവിടെ സ്പേസ് ഇല്ല. അതുകൊണ്ട് അപ്പം ഉള്ളിൽ വർഗീയത വെച്ചങ്ങനെ നിൽക്കുന്നവരല്ല. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ലീഗിനകത്തും ഉണ്ട്, താരതമ്യേന കുറച്ചുകൂടെ കൂടുതലും കാണുമായിരിക്കാം. പക്ഷേ എന്നാൽ തന്നെയും ഒരു മതേതര പ്ലാറ്റ്ഫോമായിട്ട്, സെക്യുലർ പ്ലാറ്റ്ഫോമായിട്ട് മുസ്ലിം ലീഗ് അവിടെ നിന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എടുത്ത് വെച്ച് നോക്കും. തിരുരങ്ങാടിയിൽ 95-ൽ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് കരുണാകരനെ മാറ്റി മത്സരിക്കുമ്പോൾ തിരുരങ്ങാടിയിൽ അന്ന് UA ബീരാൻ രാജിവെച്ച ഒഴിവിൽ അവിടെ നിന്ന് മത്സരിച്ചിട്ടാണെന്ന് തോന്നും അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയാവുന്നത്. 99% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് തിരുരങ്ങാടി. 90% എന്തായാലും കൂട്ടിക്കും. അവിടെ നിന്നാണ് AK ആന്റണിയെ ജയിപ്പിക്കുന്നത്. എതിരായിട്ട് ഇടതുമുന്നണി നിർത്തിയത് NA കരീമിനെ പിടിച്ച് നിർത്തിയ ഒരു മുസ്ലിം പേരുകാരനെ. നടന്നില്ല, വിജയിച്ചില്ല. ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ നിർദ്ദേശത്തിൻ്റെയും പിന്തുണയുടെയും ബലത്തിലാണ് DCC പ്രസിഡന്റ് VS ജോയി അവിടെ KT ജലീലിനെതിരെ മത്സരിക്കുന്നത്. അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഏറെക്കുറെ VS ജോയി വിൻ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പം മതപരമായ വിഭജനത്തിന് മുസ്ലിം ലീഗിനെ ഒരു പരിധി വരെയും കിട്ടത്തില്ല. കാരണം അവർ കേഡർ സ്വഭാവം ഏറെക്കുറെ ഉള്ളൊരു പാർട്ടി തന്നെയാണ്. ഇപ്പോൾ CPM കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടി അവരാണ്. BJPക്ക് പോലും കേഡർ സ്വഭാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. RSSന് കേഡർഷിപ്പ് ഉണ്ട്, അത് പിന്നെ വേറെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ SDPയെ സംബന്ധിച്ചിടത്തോളം അവർ 95-കളിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. 30 വർഷമായിട്ടും കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, 2020-ൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SDPI കുറേ സീറ്റുകൾ പലയിടത്തും പിടിച്ചിരുന്നു. അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ, മൗദൂദികളുടെ, അവർ കുറേ സീറ്റുകൾ പിടിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF തരംഗത്തിൽ അവരുടെ സീറ്റുകൾ പലതും നഷ്ടപ്പെട്ടു പോയി. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പം അവർക്ക് ആരെ തകർത്താലാണ് അവർക്ക് വളവാകുക? അവർക്ക് മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വളമാവുകയുള്ളൂ. മുസ്ലിം ലീഗിനെ തകർക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ഈ രണ്ടു കൂട്ടരുടെയും സ്നേഹിച്ച് നോക്കി കൊല്ലാൻ കുറേ നോക്കുന്നുണ്ട് അവർ, ചിലയിടത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ SDPIക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ തലതൊട്ടപ്പന്മാർ തീഹാർ ജയിലിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ, ഇവിടെയുള്ളവരും ആൾക്കാർ മോശമൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ മാതിരിയുള്ളതല്ല. അവർ വർഗീയത ഉള്ളി വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് വളരാൻ പറ്റുക, അതിന് അവരുടെ ശത്രു ഒരു മുസ്ലിം രാഷ്ട്രീയ സ്വത്വ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ തന്നെയും മുസ്ലിം ലീഗ് എന്ന പേരുള്ളത് കൊണ്ട് തന്നെ അത്തരം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനുള്ളവർ മുഴുവൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവരെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മുസ്ലിം ലീഗിനെ തകർക്കണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് 95-ലാണെന്ന് തോന്നുന്നു, 95-ലാണോ 2000-ലാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ആയിട്ട് അടവ് നയം ഉണ്ടാക്കിയതാണ്. മലപ്പുറം ജില്ലയ്ക്കകത്ത് പലയിടത്തും പഞ്ചായത്ത് പ്രസിഡന്റ്, ലീഗ് വൈസ് പ്രസിഡന്റ്, CPM-ൻ്റെ ആളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടവ് നയം ഉണ്ടാക്കിയതാണ്. പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും കൂടി നേരിട്ടിരുന്ന് ചർച്ച നടത്തിയിട്ട്, വഹാബിൻ്റെ വീട്ടിൽ നിന്ന് ചർച്ച നടത്തിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അസ്പർശ്യത മുസ്ലിം ലീഗുമായിട്ട് CPM-നില്ല. മാത്രമല്ല മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് MP ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയെടുത്ത ഉടനെ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം UDF അഥവാ അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് LDF-മായി കൈകോർക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇനി ഇവർക്ക് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇവർ മുമ്പിൽ കടന്നത്. അങ്ങനെ വരുമ്പം ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്കും ഈ SDPIക്കും UDF-നകത്ത് ഒരു സ്പേസ് കിട്ടും. മുസ്ലിം വോട്ട് ബാങ്കിനകത്തെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമുള്ള ആളുകളെ, ഐക്യജനാധിപത്യ മുന്നോട്ട് ചേർന്ന് പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. മഞ്ചേശ്വരത്ത് ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ K. സുരേന്ദ്രൻ ജയിക്കുക എന്നുള്ളത് അവർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്.
അവർക്ക് അവരുടെ വോട്ടുകൾ അവർ പറയുന്നിടത്ത് താമരയ്ക്ക് കുത്താൻ അവർക്ക് മടിയുണ്ടാവത്തില്ല. അവർ പിന്തുണയൊക്കെ പരസ്യമായിട്ട് പലതും പറയും. പക്ഷേ അവർ കെ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ലീഗ് ദുർബലമാകും, ലീഗിൻ്റെ ഒരു സീറ്റ് കുറയും, ലീഗിൻ്റെ ബാർഗൈനിങ് കപ്പാസിറ്റി കുറയും, ലീഗിനെ ശക്തി ക്ഷയിപ്പിക്കുക എന്നത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, CPM-ഉമായിട്ടും കോൺഗ്രസുമായിട്ടും നിലവിൽ SDPI സഖ്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാലിൻ്റെ മുന്നണിക്കകത്താണ് CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPI ഉണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഒരു മുന്നണിയാണ് അവിടെ. ബംഗാളിലൊരു മുന്നണിയാണ്. അങ്ങനെ ഉണ്ട്. ബംഗാളിൽ പിന്നെ മുന്നണിയായിട്ട് നിന്നാലും അതായത് മറ്റേത് ഒറ്റയ്ക്ക് തല്ലുകൊള്ളണം തൃണമൂൽ കോൺഗ്രസ്സുകാരെ, ഇത് കൂട്ടായിട്ട് നിന്ന് തല്ലുകൊള്ളുക എന്നുള്ളതാണ്. കാരണം വഴിയെ കാണുന്നവരെയെല്ലാം അടിക്കുന്ന പരിപാടിയാണ്. മമതാ ബാനർജിയുടെ ഗുണ്ടായിസോടെ നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം മിക്കവാറും സുവേന്ദു അധികാരിയെ പിടിച്ചു കെട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും BJP ചിലപ്പം തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ്സുകാർ മുഴുവൻ ഇവിടെ പൊറോട്ട അടിക്കാൻ വരും. CPM-മാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ പോയിട്ട് ജീവിക്കുകയും ചെയ്യുക. അതായിരിക്കും പിന്നെ സ്ഥിതി. ഇപ്പോൾ അവരാ ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് പൊറോട്ട മുടങ്ങത്തില്ല. നമ്മളെ പൊറോട്ടയും ബജിയും ചായയും ഒന്നും മുടങ്ങത്തില്ല. കാരണം ഇവിടുത്തെ ഹോട്ടൽ തൊഴിലാളികൾ മുഴുവൻ അവരാ, ബാർബർ തൊഴിലാളികൾ മുഴുവൻ അവരാ. ഇവരെല്ലാം തിരിച്ച് ഇതുവരെ നാട്ടിൽ പോകാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, സഖാക്കളെല്ലാം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവരെല്ലാം തിരിച്ച് BJP അധികാരത്തിൽ വന്നാൽ നാട്ടിലോട്ടങ്ങ് പോകും. അപ്പോൾ അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആൾക്ഷാമം ഉണ്ടാകത്തില്ല, നമുക്ക് മാൻ പവറിൻ്റെ കുറവുണ്ടാകത്തില്ല. പക്ഷേ തമിഴ്നാട്ടിൽ മുന്നണിയായിട്ട് നിൽക്കുക. അപ്പോൾ അവിടെ ഈ അൺടച്ചബിലിറ്റി ഇല്ല. ഇവിടെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുമ്പോൾ അവിടെ എല്ലാവരും ഒരൊറ്റ മുന്നണിയാണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തിനാ ഇവർ തമ്മിൽ മത്സരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും മാത്രമല്ല, നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് SDPI നീങ്ങുന്നത്. അത് ശിവൻകുട്ടിക്കുള്ള പാരയാണ്. SDPIയുടെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ടുകൾ ഒന്നും കൂടി രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെടും. ഞാൻ നിൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പമാണെന്ന് പറയുന്നത് പിന്നെന്തിനാ? നിനക്ക് ഡാമേജ് ഉണ്ടാക്കാനാണ്. അപ്പോൾ SDPI അവിടെ നേമത്ത് ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഇടതു മുന്നണിക്ക് ക്ഷീണം വരും എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരല്ല SDPIക്കാർ. അവരാ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ സ്നേഹിച്ച് നക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ ഹിന്ദു വോട്ടുകൾ അപ്പുറത്ത് അവർക്ക് അനുകൂലമായിട്ട് ധ്രുവീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതി BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ BJP വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവരെ വിഷയമല്ല. ഇവർക്ക് ഇവരെ പ്ലാറ്റ്ഫോം വിപുലീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം BJP ആണെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് വേണ്ട ഫണ്ടിങ്ങും കൊടുക്കും. ഞാനിപ്പോഴും പറയുന്നത്, കാരണം ഒവൈസി ആലോചിച്ച് നോക്കുക. ഹൈദരാബാദിലെ ഒവൈസിയുടെ പിന്നിലാരാ? അമിത്ഷാ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ RSSൻ്റെ കേന്ദ്രങ്ങളാണ് ഒവൈസിയുടെ പിന്നിൽ. കാരണം ബീഹാറിലെ 2020 തെരഞ്ഞെടുപ്പിൽ അന്ന് ബീഹാർ ഇവർക്ക് നഷ്ടപ്പെടാൻ കാരണം, ഇന്ത്യ സഖ്യത്തിന് BJPക്ക് അത്ര വലിയ വിജയം ഉണ്ടാവാൻ കാരണം കിഷൻഗഞ്ച് മേഖലയിൽ ഒവൈസി എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തി. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ നിർണായകമായ മണ്ഡലങ്ങളിലെല്ലാം കൊണ്ടിട്ട് UP യിലും നിർത്തി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തു? മുസ്ലിം വോട്ട് ബാങ്ക് വിഘടിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഒവൈസിയുടെ തൊപ്പി, ഒവൈസിയുടെ താടിയും ഒവൈസിയുടെ സംസാരമൊക്കെ കൂടെ ആകുമ്പോൾ ഒരു മൊയ്ലിയാർ വരുന്ന ഇമാമ് വരുന്ന മാതിരിയാണ് വരുന്നത്. അപ്പം BJP ആഗ്രഹിച്ചതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു. അപ്പോൾ BJP വരുന്ന വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടപ്പോൾ BJPക്ക് 7 സീറ്റുകളിലെ 5 സീറ്റുകളിൽ കിഷൻഗഞ്ച് മേഖലയിൽ BJP പിടിച്ചെടുക്കുകയും ചെയ്തു. 2 സീറ്റുകൾ ഒവൈസിയുടെ പാർട്ടിയും പിടിച്ചെടുത്തു. അപ്പോൾ ഒവൈസി നിന്നുകൊണ്ടാണ് ഈ 5 സീറ്റുകൾ അവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലും അതിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് മാറുന്നു, അതിൻ്റെ ലബോറട്ടറി ആയിട്ട് മാറുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത്. ആത്യന്തികമായി മുസ്ലിം ലീഗിനെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. BJPക്ക് 2 സീറ്റ് പിടിച്ചു കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. അതിന് പൈസ മേടിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് ഒതുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ആത്യന്തികമായി മഞ്ചേശ്വരത്ത് രഹസ്യമായി BJPക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണെങ്കിൽ പിൻവലിക്കുക, ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഫ്രീസ് ചെയ്യും. അവർ ഇപ്പോൾ പ്രചാരണത്തിന് വല്ലാതെ ഇറങ്ങാതെ അവരെ കേഡർമാരുടെ വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ RSSൻ്റെ കേഡർ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSൻ്റെ കേഡർമാരെടുത്ത് RSS പറയുകയാണ്, നിങ്ങൾ നാളെ ലീഗിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും അവർ വോട്ട് ചെയ്യും. കേഡർമാർ, സാധാരണ പ്രവർത്തകരല്ല ഉദ്ദേശിച്ച്, CPMൻ്റെ പാർട്ടിയുടെ ഉറച്ച കേഡർമാരെടുത്ത് നിങ്ങൾ നാളെ അതായത് BD സതീഷിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും. അതെന്ന് വെച്ചാൽ കേഡർമാരാണ്, അത് പാർട്ടി നിർദ്ദേശം അതേപോലെ അംഗീകരിക്കും. പിന്നെ ആ ഒരു കേഡർഷിപ്പ് സ്വഭാവം SDPIക്കുണ്ട്. ആ ഒരു കേഡർഷിപ്പ് സ്വഭാവം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്, അവരുടെ വെൽഫെയർ പാർട്ടിക്കുണ്ട്. വെൽഫെയർ എന്നൊക്കെ പറയുന്നുണ്ട്, ആരെ വെൽഫെയർ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, എന്ത് വെൽഫെയർ ആണെന്നുള്ളത് അറിയത്തില്ല. അപ്പം സത്യത്തിൽ ഇതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് BJP മാറും, SDPI അതിൻ്റെ ഒരു കൂട്ടുകൃഷി ബെനിഫിഷ്യറീസ് ആയിട്ട് മാറും. മുസ്ലിം ലീഗിന് ക്ഷീണം വരുത്തും. പക്ഷേ മുസ്ലിം ലീഗിന് ക്ഷീണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മതേതര ഘടനയ്ക്ക് ഭയങ്കര അപകടകരമായി തീരും. എന്തായിരുന്നാലും മഞ്ചേശ്വരവും നിയമവും BJPക്ക് ഉറപ്പിക്കാൻ വേണ്ട പണി SDPI തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അവസാനത്തെ വിവരങ്ങൾ.